ഈവനിങ് എല്ലാവരെയും റോസി വർഗീസ് കിച്ചൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പപ്പായ കൊണ്ട് ഒരു വട ഉണ്ടാക്കണം. ഇത് പച്ച പപ്പായ ഞാൻ കുക്കറിൽ തൊണ്ട് ചെത്തി കുക്കറിൽ വേവിച്ചെടുത്താണ് കേട്ടോ. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചതാണ്. അതൊന്ന് ഫോർക്കോ സ്പൂണോ ഇങ്ങനെയുള്ള എന്തെങ്കിലും വെച്ചോ, ഒന്നും മിക്സിയിലടിയണമെന്നില്ല, നല്ലോണം വെന്തേക്കണതാണ്. ഒന്ന് ഞാൻ ഇങ്ങനെ ഉടച്ചെടുക്കുകയാണ്. പെട്ടെന്ന് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ, വെന്ത കാരണം കൊണ്ട്. ഇതിപ്പോൾ ഉടഞ്ഞിട്ടുണ്ട്. പപ്പായ വട ഉണ്ടാക്കാനായിട്ട് വട ഉണ്ടാക്കാനല്ല, അത് മിക്സ് ചെയ്യാനുള്ളതിന് കുറച്ച് ബട്ടർ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. ബട്ടറിട്ട് അത് മെൽറ്റാകണം. ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ജീരകം, വലിയ ജീരകം, കുറച്ച് ചെറിയ ജീരകം, അധികമില്ല, 1/2 ടീസ്പൂണുള്ളൂ, കുറേശ്ശായിട്ട് ഒന്ന് ചൂടാക്കുക. ഇത്രയുള്ള പപ്പായയാണ് ഞാൻ ചെത്തി വേവിച്ചെടുത്തേക്കണത്. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർക്കണത് ഞാൻ റവയാണ് കേട്ടോ. 250 കപ്പങ്ങ, 1 കപ്പ് റവ. ആ കപ്പങ്ങ തന്നെ 1 കപ്പ് വെള്ളം. റവ പെട്ടെന്ന് ആവും. റവയും പപ്പായയും വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ, മിക്സായിട്ടുണ്ട്. നല്ലോണം വെള്ളം വറ്റി മിക്സായിട്ടുണ്ട്. ഇത് ഇത്രയും മതി. പപ്പായ ഒരുവിധം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിനകത്തേക്ക് 2 സവോള, 2-3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, കുറച്ച് വേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയില, ഇത്രയും ക്രഷ്ഡ് ചില്ലി,
1 സ്പൂണ് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാണ്. ഇത് ഞാൻ കുഴച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂണ് കോൺഫ്ലവർ നന്നായിട്ട് ഞാൻ ഇതുപോലെയാണ് കേട്ടോ കുഴച്ചെടുത്തേക്കണം. വടയൊക്കെയാണത്, ഇതുപോലെയാണ് എല്ലാം. ഞാൻ ഇതുപോലെ പരത്തിയെടുക്കട്ടെ. പപ്പായ വട ഇത് ഇതുപോലെയാണ് ഞാൻ പരത്തി വെച്ചേക്കണേ. ഇത് പൊരിക്കാൻ പോവാണ്. ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അതൊന്ന് നല്ലോണം തിളക്കട്ടെ. ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിട്ട് കൊടുക്കാം കേട്ടോ. ഒരു വശം ഒന്ന് മൊരിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അവിടെ ഞാൻ ഒരു പ്രാവശ്യം മറിച്ചിട്ടതാണ്. എല്ലാം വെന്തതാണ്, അതുകൊണ്ട് അധികം വേവില്ല. വേവേണ്ട ആവശ്യമില്ല. പപ്പായ വട പൊരിച്ചെടുത്താണിത്. ഇതുപോലെയാണ് കേട്ടോ. ഞാനിതേ വേറെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ട്രിപ്പ് അതൊന്ന് മറിച്ചിടട്ടെ. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. വടയൊക്കെ കഴിക്കാൻ പറ്റിയ സമയം. പപ്പായ ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ എല്ലാ വീടുകളിലും ഉള്ളതാണ്. എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ്. അത് തൊണ്ടിയെത്തി പുഴുങ്ങിയെടുക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ പപ്പായ വടേനെ ഒന്നും കൂടി ഒന്ന് സുന്ദരനാക്കാനായിട്ട് ഒരു കാശ്മീരി മുളക് പൊടി 1.5 സ്പൂണ്, അതിനകത്തേക്ക് ചേരാനുള്ള ഉപ്പ്, കുറച്ച് സോയാ സോസാണ് കേട്ടോ. കുറച്ച് ടൊമാറ്റോ സോസ്, ഇത്രയും വേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് ഇട്ട് കൊടുക്കാൻ. ഇതൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് വെള്ളം മുക്കണം, വടയൊന്ന് മുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണേ. പപ്പായ വടേനെ സുന്ദരനാക്കാൻ ഇതുപോലെയാണ് ഞാൻ ഇതൊക്കെ മിക്സ് ചെയ്ത് വെച്ചാണ്. സോസുകളും കാശ്മീരി മുളക് പൊടി, വേപ്പില എല്ലാം കൂടി. ഞാനൊരു പാൻ വെച്ച് ഇതിനകത്തേക്ക് കുറച്ച് ഒന്ന് ചെറുതായിട്ട് മൊരിച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഞാൻ ഈ പപ്പായയുടെ ഒത്തിരി റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പപ്പായ ജാം, പപ്പായ അച്ചാർ, പപ്പായ ഫ്രൈ,
പപ്പായ അലുവ, അങ്ങനെ ഒത്തിരി റെസിപ്പികൾ പപ്പായയുടെ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക. കാണുന്നവരൊരു ലൈക്കെങ്കിലും ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ. ഞാൻ ഓരോ വടകളും എടുത്ത് ഇതിനകത്തേക്ക് ഒന്ന് മുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് സുന്ദരനായിക്കോട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ എല്ലാ വീഡിയോകളും ഒന്ന് കാണാൻ ശ്രമിക്കുന്നു. കാണുന്നവർ ഒരു ലൈക്കെങ്കിലും ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങൾക്ക് എന്താ തോന്നണമെന്ന് വെച്ചാൽ എനിക്കൊരു സപ്പോർട്ട് ചെയ്യാം. ഒന്ന് ചെറുതായിട്ട് മുരിയിട്ടാം. ഇതുപോലെയാണ് ഞാൻ ഡീപ് ഫ്രൈ ചെയ്യണത് കേട്ടോ. ഞാൻ മറച്ചിട്ടതാണത്. അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ആയിട്ടുണ്ട് ഇപ്പോൾ. മഴയും ഇടിയൊക്കെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല എൻ്റെ സുന്ദര കുട്ടപ്പൻ പപ്പായ വട എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കുക. എല്ലാവരുടെ വീട്ടിലുമുള്ള പപ്പായയാണ്. പലതരത്തിലുള്ള റെസിപ്പികൾ ഉണ്ടാക്കാൻ പറ്റും പപ്പായ കൊണ്ട്. ഇനിയുണ്ട് റെസിപ്പി ഈ പപ്പായ കൊണ്ട് ഉണ്ടാക്കാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. കാണാൻ ശ്രമിക്കുക. കാണുന്നവർ ലൈക്ക് ചെയ്യാനുള്ള മടിയെങ്കിലും കാണിക്കില്ലേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സ് കാണിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കുക. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതൊക്കെ ചെയ്യുക. ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.